കുറേ കഴിഞ്ഞപ്പോഴേ അപ്പച്ചനെ മറ്റേ ഒരാൾ വന്ന് ജോലിക്ക് വിളിച്ചു. ഒരാളെന്ന് പറഞ്ഞാൽ ഒല്ലൂര് കേട്ടിട്ടുണ്ടോ? ഒല്ലൂര്, പുതുക്കാട്, ഒല്ലൂര് എന്നൊക്കെ. അപ്പം അവിടെ ഒരു വലിയ പണക്കാരനാണ്. അപ്പോൾ ഇയാൾ എൻ്റെ അപ്പച്ചനെ പണിക്ക് കൊണ്ടുപോയി. ഈ പണിക്ക് കൊണ്ടുപോയിട്ട് അടിമപ്പണിയെ ചെയ്യിച്ചത്. അടിമ നമ്മൾ പടയോട്ടം സിനിമയില്ലേ, നസീർ സാറിൻ്റെ, അതുപോലെ അപ്പച്ചനെ മാത്രമല്ല കുറേ പേരെ കൊണ്ടുപോയിട്ട് വിശാഖപട്ടണം കൊണ്ടുപോയി. ഇയാൾക്ക് അവിടെ എന്തൊക്കെയോ സ്വത്തും മുതലൊക്കെ ഉണ്ട്. അപ്പം അവിടെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയി. അപ്പം ഞങ്ങൾക്ക് വളരെ കഷ്ടമായി. എന്നുവെച്ചാൽ തീരെ വരുമാനം ഇല്ലാണ്ടായല്ലോ. അപ്പോഴാണ് എൻ്റെ അമ്മ ജോലിക്ക് ഇറങ്ങിയത്. അപ്പച്ചൻ്റെ ഒരു വിവരവും ഇല്ല. എവിടെ പോയി, എന്താണ്, ഏതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വിവരവും ഇല്ല. അപ്പോൾ ഞങ്ങൾ വാടക കൊടുക്കണം. തുച്ഛമായ വാടകയാണ്, വാടക കൊടുക്കണം. ഞങ്ങളപ്പം 4 മക്കളുണ്ട് അന്നേരം. അപ്പോൾ ആ മക്കളെ പോറ്റണം. അതിനൊക്കെ അമ്മ ആകെ കഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ 2-3 വീട് അപ്പുറം ഒരു കള്ളു ഷോപ്പുണ്ട്. അത് അപ്പം അവിടെ ഇറച്ചി കൊണ്ടു കൊടുക്കണം. ടൗണിൽ നടന്നു പോകണം. അത് വലിയ കൊട്ടയിട്ട് പോകണം. അത് അവിടെ നിന്ന് പിന്നെ ഈ ഇറച്ചി ഇങ്ങനെ വരണം. അപ്പം എൻ്റെ അമ്മ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത് കാണാം. യേശു ക്രിസ്തുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കുരിശെടുത്ത് ഇങ്ങനെ പോണ സമയത്ത് ചോരൊക്കെ അങ്ങനെ ഒലിക്കൂല്ലേ? ഇത് കണ്ടിട്ടുണ്ടോ മോള്? സിനിമ കണ്ടിട്ടുണ്ട്. അതുപോലെ എൻ്റെ അമ്മ ഇറച്ചിക്കോട്ട തലയിൽ വെച്ചിട്ട് വരുമ്പോൾ കംപ്ലീറ്റ് ചോരയായിരിക്കും മേത്തൊക്കെ ഒലിച്ചിട്ട് വരിക.